ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളാണെങ്കിൽ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ ഒരു കാർ ശരിയാക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ആക്ച്വലി പ്രിസൈസ്ലി പറഞ്ഞാൽ കാറിൻ്റെ റൂഫിങ് ശരിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഇന്ന്. അപ്പം ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഇതിൻ്റെ റൂഫിങ് ഫുള്ള് ഇളക്കി മാറ്റിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം UAE ഭയങ്കര ചൂടാണ്. അപ്പൊ ചൂട് കാരണം ഇതിന്റെ റൂഫിങ്, അതായത് ബാക്ക് വശം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, ഇപ്പൊ ഇന്ന് മണ്ടയ്ക്ക് ഒരു റൂഫിങ് വരും, ഒരു ക്ലോത്ത് ആയിട്ടുള്ള ഒരു റൂഫിങ് കാണും. അപ്പം ഇതിന്റെ ബാക്ക് വശത്ത് ഇങ്ങനെ ചൂട് കാരണം അതിങ്ങനെ ഇളകി ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പേ തൊട്ടേ കുറെ നാളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകി ഇരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നിട്ട് വണ്ടിക്കകത്ത് കയറി. ഫസ്റ്റ് ഡേ ഞാൻ ജോബിൽ പോയി, എന്നിട്ട് വൈകിട്ട് വണ്ടി എടുത്തപ്പം, അതായത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ പുറവശം നോക്കുമ്പോഴത്തേക്ക് ആ ക്ലോത്ത് മൊത്തം ഇളകി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണം. അത് കാരണം എനിക്ക് ബാക്കിലത്തെ ഗ്ലാസ് കാണത്തില്ലായിരുന്നു, ലൈക്ക് പുറവശം കാണത്തില്ലായിരുന്നു. അപ്പം അത് ഫുള്ള് ഇളകി. റീസൺ എന്താണെന്ന് വെച്ചാൽ ചൂടാണ് മെയിൻ റീസൺ. ചൂട് കാരണമാണ് ഇത് ഇങ്ങനെ ഇളകി പോകുന്നത്. ചൂടെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കരാമയിലാണ് ജോബ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പം അവിടെ ഞാൻ വെളിയിലാണ് പാർക്ക് ചെയ്യുന്നത്, അതായത് പാർക്കിങ്ങിന്റെ ഏരിയ ഉണ്ട്, അവിടെ വെളിയിലായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പം നല്ല ചൂടായിരിക്കും, ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണല്ലോ. അപ്പം അത് കാരണമാണ് മെയിനായിട്ട് അത് ഇങ്ങനെ ഇളകാനുള്ള റീസൺ. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളിവിടെ ശരിയാക്കാൻ വേണ്ടി വന്നപ്പം അവിടെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് വരുന്ന ഒരു ടൈമാണ് ഇപ്പം. ഞങ്ങൾ അതിനു വേണ്ടി അത് ശരിയാക്കാൻ വന്നത്. അപ്പം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ട് കാണിച്ചത്. അപ്പം അവർ പറഞ്ഞു ഈ റൂഫിംഗ് മൊത്തം ഇളക്കി മാറ്റണം, എന്നിട്ട് അവര് പുതിയതായിട്ട് റൂഫിംഗ് അവർ തയ്ച്ചു വെക്കും, എന്നിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശനിയാഴ്ച വണ്ടി കൊണ്ട് വന്നാൽ മതി. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് 9 മണിക്ക് ഇവിടെ എത്തണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവധിയുള്ള ദിവസം എണീക്കുന്നത്. അപ്പം എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ 10 മണിയായി. അപ്പം എന്തായാലും ഇപ്പോൾ വണ്ടി കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സീറ്റ് കവറും മാറുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ സീറ്റ് ഇതുണ്ട്, ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ്. ഇത് ഞങ്ങൾ വണ്ടി വാങ്ങിച്ചപ്പോൾ തൊട്ടുള്ള സീറ്റ് കവറാണ്. വണ്ടി ഞങ്ങൾ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത്. അപ്പം ആ സമയത്ത് അവർ നേരത്തെ ഉണ്ടായിരുന്ന ഓണർ വെച്ച് ഒരു സീറ്റ് കവറായിരിക്കും ഇത്. ഇതും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. വാങ്ങിച്ചപ്പോഴേ വിചാരിച്ചതാണ് ചേഞ്ച് ചെയ്യണമെന്ന്, പക്ഷെ പറ്റിയില്ല ഇപ്പം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ ഇതെല്ലാം ഇപ്പം വണ്ടി ഇപ്പം ഞാൻ വെച്ചിട്ട് പോകുകയാണ്. വൈകിട്ട് 4 മണിക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വണ്ടി കൊടുത്താൽ അവരിതെല്ലാം ഫിറ്റ് ചെയ്ത് കവറും ചേഞ്ച് ചെയ്ത് 4 മണിയാകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിറ്റ് എല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക്. കണ്ടോ, ഇത് ഫുള്ള് ഇളക്കി അവര്. റൂഫിങ് മൊത്തത്തിലേ അങ്ങ് ഇളക്കി. ബാക്ക് വശം ഫുള്ളുണ്ട്. ഇത് മൊത്തം ഇളക്കി വെച്ചേക്കുക. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് വയറൊക്കെ കാണാം. അതിൻ്റെ ഉള്ളിലുള്ള ഇരിക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇതെല്ലാം കാണാം. അപ്പം ഇതാണ് സംഭവം. അപ്പം നമുക്ക് ഇനിയും ഈ റൂഫിങ് എല്ലാം കഴിഞ്ഞിട്ട് എന്തായിരിക്കും ലുക്കെന്ന് കാണാം. ഇതാണ് ഷോപ്പിൻ്റെ പേര്. ഓട്ടോ കംഫർട്ട് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അൽക്കൂസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി ഞാൻ നിങ്ങളെ അവരുടെ ഓഫീസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവരുടെ ഓഫീസിൻ്റെ ഉൾവശം. അപ്പം കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓഫീസാണ്. ഇപ്പം ഇവരുടെ സർവീസ് എന്ന് വെച്ചാൽ ഇവർ റൂഫിംഗ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ സീറ്റ് കവറ്, പിന്നെ ടിൻറ്റ് ഗ്ലാസ്, അങ്ങനെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. അവരുടെ സർവീസൊക്കെ നല്ല സർവീസാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓട്ടോ കംഫർട്ട് അൽക്കൂസിനടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം കിട്ടും.
ഇത് ടിൻറ്റ് ഗ്ലാസ് അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് സുയിച്ചാണ് പറഞ്ഞു തരും. ഇത് ഹൈ വിസിബിലിറ്റി ഉണ്ട് 50%, ഇത് 30%, 20%, 10%, 5%, 90%. ഇതിൽ എന്ത് എ സി ഒക്കെ വണ്ടിയുടെ ടിൻറ്റാ? വണ്ടിയുടെ ടിൻറ്റ. ഇതിൽ എ സിയുടെ റിഡക്ഷൻ മീൻസ് നമ്മുടെ എഫിഷ്യൻസി കൂടും, അത്ര പെട്രോൾ പോകത്തില്ല. എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് ഇത് ടിൻറ്റിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂളിംഗ് ഒക്കെ അത്ര തണുപ്പായിട്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കൂടുതൽ ചെയ്തേണ്ടി വരും. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞതുപോലെ വണ്ടി നമ്മൾ ഇവിടെ വിട്ടിട്ട് ഇപ്പോൾ പോവുകയാണ്. ഇനി നമ്മൾ വൈകിട്ട് 4 മണിക്ക് വന്ന് വണ്ടി എടുക്കത്തുള്ളൂ. അപ്പോഴത്തേന് ഇവരിതെല്ലാം ക്ലിയറാക്കി വെക്കും. ഗൈസ്, നമ്മൾ അപ്പം ഒരു 5 മണിയായി, നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ വണ്ടിയുടെ ഉള്ളിൽ അവർ ഫിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷോപ്പിൻ്റെ അവിടെ വന്നു. നമുക്ക് ഇനിയും നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യണം, എല്ലാവരും കറക്റ്റായിട്ടാണോ ഫിറ്റ് ചെയ്തേക്കുന്നതുള്ളത്. നമുക്ക് അത് നോക്കാം. ഗൈസ്, നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ റൂഫിങ്ങും സീറ്റ് കവറും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ചെറിയ ചെറിയ ഫിറ്റിങ്സ് മാത്രം ബാക്കിയുള്ളൂ. അതിൻ്റെ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവർ നമുക്കിപ്പോൾ വണ്ടി കുറച്ച് നേരത്തിൽ തരുന്നതായിരിക്കും. നമ്മുടെ വണ്ടി ഫുൾ ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സീറ്റ് കവർ പുതിയതായിട്ട് ഇട്ടത്. നമ്മൾ ആ മറ്റേ ബ്ലാക്കും റെഡും കോമ്പിനേഷൻ മാറ്റിയിട്ട് ഈ സീറ്റ് കവറാണ് വെച്ചത്. അപ്പം ഇതും അതിൻ്റെ റൂഫിങ്ങും എല്ലാം അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഓട്ടോ കംഫോർട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര്, അൽക്കൂസിലാണ്. അപ്പം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.